ശ്രീ മുഹമ്മദ് മോഹസിൻ. സർ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC നിയമനം നടക്കുന്നത് കേരളത്തിലാണ്. പക്ഷേ എന്നിട്ടും അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ തൊഴിലില്ലാതെ ഇരിക്കുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവർക്ക് സംരംഭകരാക്കി അവരെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധങ്ങളായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. യുവാക്കൾക്ക് സംരംഭങ്ങൾ ആരംഭിക്കാനും പ്രത്യേക ഇൻക്യുബേഷൻ സെൻറ്ററും അതുപോലെ തന്നെ അവർക്ക് ട്രെയിനിങ്, സാങ്കേതിക പരിജ്ഞാനം, ഫണ്ടിങ്ങിനുള്ള സൗകര്യം ഒക്കെ പ്രത്യേക പാർക്കുകൾ അത്തരത്തിലുണ്ടാക്കി. ചൈനയിലെ ഷെൻസൻ പോലെയുള്ള ഒരു മാതൃകയിൽ നമുക്ക് അങ്ങനെയുള്ളത് ഉണ്ടാക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടോ, ഇല്ലെങ്കിൽ സ്വീകരിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. വളരെ പ്രസക്തമായ ചോദ്യമാണ് സാർ. നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് നമ്മൾ ഇയർ ഓഫ് എൻ്റർപ്രൈസസ് എന്ന ക്യാമ്പയിൻ തന്നെ നടപ്പിലാക്കിയത്. അതിൻ്റെ ഭാഗമായി നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്ഥാപനങ്ങൾ ഇവിടെ ആരംഭിക്കാനായിട്ട് കഴിഞ്ഞു. ഏകദേശം 3 ലക്ഷത്തിലധികം സംരംഭങ്ങളാണ് ഇതിനിടയിൽ കേരളത്തിനകത്ത് ആരംഭിച്ചത്. അതുവഴി നമുക്ക് ഒരു 19,600 കോടി രൂപയുടെ നിക്ഷേപമുണ്ടായി. ആ നിക്ഷേപം കേരളത്തിലെ തന്നെ പണം തന്നെ മൂലധന നിക്ഷേപമായി മാറിയതാണ്. ബഹുമാന്യ അംഗം പറഞ്ഞത് എല്ലായിടത്തും നമുക്ക് സംരംഭകരാക്കാൻ കഴിയുമോ? അതിനകത്ത് കേരളത്തിൻ്റെ ഒരു സാധ്യത, നമ്മുടെ വീടുകളിൽ ഏറ്റവും കൂടുതൽ അഭ്യസ്തവിദ്യരായ വീട്ടമ്മമാരുള്ള സംസ്ഥാനമാണ് സർ കേരളം. MCOM വീട്ടമ്മ, MTech വീട്ടമ്മ, BTech വീട്ടമ്മ. യഥാർത്ഥത്തിൽ പബ്ലിക്കിൻ്റെ പണം ഉപയോഗിച്ചിട്ടാണ്, നമ്മുടെ എക്സ്ചക്കറിൻ്റെ പണം ഉപയോഗിച്ചിട്ടാണ് ഇവരെല്ലാം ബിരുദവും ബിരുദാനന്തര ബിരുദമൊക്കെ നേടുന്നത്. പക്ഷേ അത് സമ്പദ്ഘടനയ്ക്ക് തിരിച്ചു ലഭിക്കുന്നില്ല. അത് നമ്മുടെ കുടുംബഘടനയുടെ എല്ലാം പ്രശ്നമായി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ശേഷിയെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും? നിലവിലുള്ള ചെറുപ്പക്കാർക്ക് എങ്ങനെ തൊഴിൽ നൽകാൻ കഴിയും? അതിനാണിപ്പോൾ വീടുകൾക്കകത്ത് തന്നെ സംരംഭങ്ങൾ കഴിയുമോ? ഇപ്പം 2500, 3000, 3500 സ്ക്വയർ ഫീറ്റുള്ള ഒത്തിരി വീടുകളുണ്ട്. 5 ബെഡ്റൂമുള്ള, 4 ബെഡ്റൂമുള്ള, 3 ബെഡ്റൂമുള്ള വീടുകൾ കേരളത്തിൽ നിരവധി ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വീടുകൾക്കകത്ത് സംരംഭങ്ങൾ തുടങ്ങാൻ ലൈസൻസ് വേണം എന്ന ആവശ്യം ഞങ്ങൾ ചർച്ച ചെയ്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് വളരെ ക്രിയാത്മകമായി അതിനോട് പ്രതികരിച്ചു. വീടുകൾക്കകത്തുള്ള സംരംഭങ്ങൾക്കും ഇപ്പോൾ ലൈസൻസ് നൽകുകയാണ്. അപ്പോൾ ഒരു വീട്ടമ്മ, ഇപ്പോൾ BTech ബിരുദധാരിയാണ്, കമ്പ്യൂട്ടർ സയൻസ് അറിയാം, അവിടെ 4 കമ്പ്യൂട്ടർ ഇടാം, അവിടെ ചെറിയൊരു സംരംഭം തുടങ്ങാം. അല്ലെങ്കിൽ നമ്മുടെ പാലക്കാട് മാനുഫാക്ചറിങ് സിറ്റി വരികയാണ്, അവിടെ ഇലക്ട്രോണിക് സ്ഥാപനങ്ങൾ വരുന്നു, അതിന് ചെറിയ അസംബ്ലിംഗ് യൂണിറ്റുകൾ ആവശ്യമായിട്ട് വരും. അത് ആ പ്രദേശത്ത് ഒരു കാച്ച്മെൻറ്റ് ഏരിയ ഉണ്ടോ, അതിനോട് ചേർന്ന് ഉപയോഗിക്കാൻ കഴിയുന്ന 2 or 3 ജില്ലകൾ ചേർന്ന ഏരിയ ഉണ്ടോ, അവിടെയുള്ള വീടുകൾക്കകത്ത് സ്ത്രീകളുടെ ഇത്തരം സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കാം. അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സിങ്ങിനുള്ള ഇത് പ്രോത്സാഹിപ്പിക്കാം, അല്ലെങ്കിൽ ചിലവിൻ്റെ പാക്കിങ്ങിന് പ്രോത്സാഹിപ്പിക്കാം. അങ്ങനെ വീടുകൾക്കകത്ത് ഉൾപ്പെടെ സംരംഭങ്ങൾ ആരംഭിച്ചുകൊണ്ട് അങ്ങ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ പരമാവധി സംരംഭകത്വത്തിലേക്ക് യുവത്വത്തെ നയിക്കാൻ ഉതകുന്ന നടപടികൾക്കാണ് സർക്കാർ നേതൃത്വം നൽകുന്നത്.